ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ തുടങ്ങിയാലോ ചലഞ്ച്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു, പക്ഷെ തളർന്നില്ല. ഞങ്ങൾ പോയി. അതേ വരുന്നു ടൈം ടൈം ടൈം. അവളും വീഡിയോ എടുക്കുന്നു, ഞാനും വീഡിയോ എടുക്കുന്നു. അവൾ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നു, പക്ഷേ ഞാനും എടുത്തു അവളും എടുത്തു. അതൊക്കെ പറഞ്ഞ് ചിരിച്ച് ജിമ്മിലെത്തി. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയി. അങ്ങനെ മുകളിലെത്തിയപ്പം കണ്ടില്ലേ, ഷൂടുന്ന തന്ത്രപ്പാടിലാണ്. അഷിക്കും ഉണ്ടൊരു കഥ പറയാൻ. ഇവളെന്നും വിചാരിക്കുക എന്നെക്കാട്ടും മുന്നേ ഷൂസ് ഇട്ടെല്ലാം തീരുന്നു, പക്ഷെ നടക്കാറില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ വാമപ്പ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതാ വരുന്നു ഞങ്ങളെ മാസ്റ്റർ. അതാ കുറച്ച് വൈകിയായാലും എത്തി. വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുള്ള് വഴക്കിടല, കുറച്ചും കൂടി നേരത്തെ വന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ വർക്കൗട്ടിലേക്ക് തുടങ്ങി. എന്നെ കഷ്ടപ്പെടുത്തി, എന്നാലും ഞാൻ തളരില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കാർഡിയോ ഒക്കെ ചെയ്ത് അവരോട് ബായൊക്കെ പറഞ്ഞ് ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞിട്ട് കണ്ടില്ലേ നടന്നു വന്നത്. പിന്നെ ബായൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി. ഇനി ഫുഡിലേക്ക്. ഫുഡ് ഉണ്ടാക്കുന്ന തന്ത്രപ്പാടിലായിരുന്നു. അതിന് മുമ്പേ നമ്മൾ ഫസ്റ്റ് ചിയ സീഡ്സിൻ്റെ ഡ്രിങ്ക്സ് കഴിക്കണം. കണ്ടില്ലേ, അങ്ങനെ ചിയ സീഡ്സിൻ്റെ ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പം ഫുഡ് ഉണ്ടാക്കുന്ന തന്ത്രപ്പാടിലായി. ഓഫീസിലേക്ക് കൊണ്ടുപോകണ്ടേ. ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ നല്ല ഹെൽത്തി ഫുഡല്ലേ കഴിക്കണ്ടേ. ആദ്യമൊക്കെ ഞാനിതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമാവാറില്ലായിരുന്നു. പക്ഷേ പിന്നെ അതിങ്ങനെ കഴിച്ച് തുടങ്ങിയപ്പം ഇഷ്ടമായി തുടങ്ങി. പിന്നെ അത് നല്ല ടേസ്റ്റാക്കി ഒന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ അതിലേക്കൊരു കോഴിമുട്ടെല്ലാം ഇട്ട് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റിയാക്കി. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മളെ ഉള്ളി ഇടുമ്പം അതിൻ്റെ ഒരു ഇതും കൂടി വരുമ്പോൾ ഒരു രസം തന്നെയാണ്. അത് കഴിഞ്ഞ് നേരെ ഓട്സിലെല്ലാം ഉണ്ടാക്കി ഓഫീസിലെത്തിയിട്ട് കേട്ടോ കുടിച്ചത്. നെക്സ്റ്റ് ലഞ്ചിന് ഉണ്ടാക്കി കൊണ്ടുപോയതും കുക്കുംബറും എഗ്ഗും എല്ലാം കഴിച്ചു. പിന്നെ 4 മണീൻ്റെ ടീ ടൈമിന് കോഫി, നട്ട്സ്, എഗ്ഗ് അങ്ങനെയെല്ലാം കഴിച്ചു. വീട്ടിലെത്തി സാലഡ് കഴിച്ചു. പിന്നെ എൻ്റെ റൂമിൽ ഫുള്ള് പെയിൻറ്റിങ് ഒക്കെ ആയതുകൊണ്ട് ഇതാണ് അവസ്ഥ. അപ്പോൾ ശരി, ബൈ, ഗുഡ് നൈറ്റ്, നാളെ കാണാം.